ഏർലി ബേർഡ് ഓഫർ പ്ലാൻ ചെയ്തു ആ വ്യക്തിക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഈ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ചെയ്യാം. അത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 222 ദിവസം എത്ര തന്നെ ചെയ്താലും മെയിൻ ആയിട്ട് 222 ദിവസം കൊണ്ട് അത് മെച്യൂരിറ്റി ആയിട്ട് കട്ടാവും. 1 ലക്ഷം 2 ലക്ഷം ആയിട്ട് വരും. അടുത്തത് 1000 ദിവസം കൊണ്ട് 1 ലക്ഷം 2 ലക്ഷമായി വരും. ഇവിടെ ഇങ്ങനെ ചെയ്തു ഒരു 10-15 ലക്ഷത്തിന്റെ ഒരു ഏർലി ബേർഡ് ഓഫർ ചെയ്തു. ആ വ്യക്തിക്ക് 2,90,000 വരുമാനം കിട്ടും അല്ലെ? ആ വരുമാനം കിട്ടുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ്സുകാരനാണെന്ന് എന്ത് ചെയ്യണം അല്ലെ? റീപ്രോസസ് റീഇൻവെസ്റ്റ്മെന്റ് മസ്റ്റ് ആണ്. ഏത് മേഖലയിലും ബാങ്കാലും ഏത് മേഖലയിലും മസ്റ്റ് ആണ്. എങ്കിൽ മാത്രം നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കണം. ഇവിടെ ഇല്ല ആ ഒരു ഇത് 15 ലക്ഷത്തിനാലും എങ്ങനെയാലും ഒരു ഏർലി ബേർഡ് ചെയ്തു അതിന്റെ റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് 3 സമാനമായിട്ട് ചെയ്യണം. ഈ മെയിൻ ഐഡിയിൽ 100 USDT ചെയ്യുക. അതേ ദിവസം തന്നെ ഇവിടെ 100 ഐഡിയിലും 100 USDT വീതം ചെയ്താലാണ് ഈ മെയിൻ ഐഡി 0.90% ആയി വരികയും. അപ്പൊ ഇവിടെ 0.204%. അപ്പൊ ഒരു വ്യക്തി ഇതെല്ലാം ചെയ്ത് റീ ഇൻവെസ്റ്റ്മെന്റ് റീകോമ്പൗണ്ടിങ് ആണ് നടത്തുന്നത് ഇവിടെ അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഫിനാൻസ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിനിലാണ് നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബ്ലോക്ക് ചെയിൻ ചാർജ് ഇവിടെ കൊടുക്കണം. ഇത് എങ്ങനെയാ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 100 USDT അതായത് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ റീഫാമിംഗ് പറയും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 100 ഈ പ്രോഫിറ്റ് ലഭിച്ചു. ഒരു 15 ലക്ഷത്തിന്റെ 2 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം അദ്ദേഹം വില കൊടുക്കുന്നു. 1 ലക്ഷം കൊടുക്കുന്നു. അപ്പൊ ഒരു 300 USDT ഒരു ഇത് എടുക്കണം. 100 വെച്ചിട്ടുള്ള ഇത്. അപ്പൊ ഇവിടെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? 100 USDT റീഫാമിംഗ് ഇവിടെ നടക്കുന്ന റീഫാമിംഗ്. ഈ 100 USDT ആ വ്യക്തി റീഫാമിങ്ങിന് വിധേയമാക്കുന്നു അല്ലെ? ഇവിടെ അപ്പോ സർവീസ് ചാർജ് ഏത് പ്രോസസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയിൻ ചാർജ് കൊടുക്കണം. അതായത് ഇവിടെ INR പറയുകയാണെങ്കിൽ ഒരു 125 അത് BNP ഫിനാൻസിന്റെ കറൻസിന്റെ വേരിയേഷൻ അനുസരിച്ച് ചിലപ്പം 100 ആകും, 110 ആകും, 120 ആകും, 130 ആകും. അങ്ങനെ സംഭവിക്കും. ഇവിടെ ഇപ്പൊ നിലവിൽ 124-125 ആ ലെവലൊരു എമൗണ്ട് 130 രൂപ. ഇവിടെ റീഫാമിംഗ് എന്ന പ്രോസസ് ചെയ്യുമ്പോൾ 130 INR 130 എന്തുണ്ട്? ബ്ലോക്ക് ചെയിൻ ചാർജ് ഇവിടെ ഈ പ്രോസസ്സിന് വിധേയമാക്കുമ്പോൾ കൊടുക്കണം. ക്ലിയർ? 130 രൂപ റീഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഈ ഐഡി നടത്തി. അപ്പൊ 130 BNB സർവീസ് ചാർജ് അല്ലെ? അപ്പൊ എന്ത് തന്നെയാലും ഇവിടെ എന്ത് ചെയ്യും? ഇത് ഇരട്ടിക്കും. 90 അല്ലെങ്കിൽ ഇരട്ടിക്കും. 26,000 തീരില്ലേ? ഇത് 100 കൊടുക്കുമ്പോ 13,000 ആണെങ്കിൽ ഇത് 20 നോർമൽ ആണെങ്കിൽ 26,000 ഇത് തരുന്നുണ്ട്. ഇവിടെ നമ്മൾ 26,000 കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? 130 കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടാ സാറേ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇത് എല്ലാവരും മനസ്സിലാക്കി പറ്റും. ഇവിടെ 26,000 നോർമൽ ഇൻവെസ്റ്റ്മെന്റ് 90 ആകുമ്പോൾ അങ്ങനെയല്ല. 26,000 30,000 കിടക്കും. ക്ലിയർ ആണല്ലേ? അപ്പൊ ഇത് സാറ് ഇത് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഈ പ്രോസസ്സ് റീകോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ നടക്കുന്നത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെയും 90 വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും 100 USDT 100 ഇവിടെയും 100 USDT അതായത് INR 13,000 INR 13,000 ഇവിടെ വരുന്നു. സാർ ഇവിടെ 130 BNB സർവീസ് ചാർജ് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ രണ്ട് ഐഡി ഏത് ഐഡി വേണമെങ്കിലും ചൂസ് ചെയ്യാം. മെയിൻ ഐഡിയിൽ റീഇൻവെസ്റ്റ്മെന്റ് ഏർലി ബേർഡ് ഓഫർ 90 ഇവിടെ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ മെയിൻ ഐഡിയിൽ ആദ്യം 100 USDT ഫാമിംഗ് ചെയ്തതിനു ശേഷം ഇത് ഈ ഐഡിയിൽ പിന്നെ 100 USDT അതായത് INR 13,000 രൂപ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഇതേ തുക സർവീസ് ചാർജ് ബ്ലോക്ക് ചെയിൻ ചാർജ് ഇതേ തുക 130 INR അല്ലെ? അതായത് ഇത് ബ്ലോക്ക് ചെയിന്റെ ചാർജ് ഫിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ചാർജ്. അപ്പോ ഇതും വേരിയേഷൻ സംഭവിക്കുമ്പോൾ അത് 125 124 ചിലപ്പോൾ 100 രൂപയൊക്കെ 90 രൂപയൊക്കെ സമയമുണ്ട്. ക്ലിയർ? 130 260 അല്ലെ? ഈ പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം? ആ വ്യക്തി ഇവിടെയും അതേ പ്രോസസ്സ് അല്ലെ? ഇവിടെ റീഫാമിംഗ് ചെയ്തു, ഒരു ഐഡി ചെയ്തു, ഡയറക്റ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഈ ഐഡിയിൽ ആ വ്യക്തി റീഫാമിംഗ് നടത്തും. അപ്പൊ എന്തായി? ഈ രണ്ട്
ഐഡിയും റീഫാമിംഗ് നടത്തുന്നതോടെ ഈ 90 വർക്കൗട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെയും എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയിൻ ചാർജ് അതായത് INR 130 അല്ലേ? BNB 130 BNB ചാർജ്. ഇവിടെ അങ്ങനെ BNB ചാർജ്. BNB ചാർജ് ഇതിൽ 3 BNB ചാർജ്. ഇവിടെ ഈ ബ്ലോക്ക് ചെയിൻ ചാർജ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ ഇവിടെ എത്രയായി? 130 ടോട്ടല് 390 രൂപ. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ സാർ ടോട്ടൽ 13,000 രൂപ ഇവിടെ റീഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇവിടെയും 13,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇവിടെയും ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഇവിടെ ടോട്ടൽ 3 ID 39,000 INR അല്ലെ? ഇത് ശ്രദ്ധിക്കണം. 39,000 രൂപയുടെ പ്രോസസ്സിൽ 15,60,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വ്യക്തി റീപ്രോസസ് ചെയ്തു തുടങ്ങുന്നു. അപ്പോ ബ്ലോക്ക് ചെയിൻ ചാർജ് 390 രൂപ ബ്ലോക്ക് ചെയിൻ ചാർജ് കൊടുക്കുന്നു അല്ലെ? ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇത് 90 ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഞാനൊരു എക്സാമ്പിളിന് ഈ എമൗണ്ട് ഈ 39,000 എന്ത് സംഭവിക്കും? അല്ലെ? ഇതിന്റെ 2 നോർമൽ ആയാൽ പോലും ഇത് INR ഇത് 78,000 മാറും. ശരിയല്ലേ? നമ്മൾ കൊടുത്ത 39,000 രൂപ ആ പ്രോസസ്സിലൂടെ 78,000 രൂപയായി മാറും അല്ലെ? ഈ 78,000 രൂപ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ BNB ചാർജ് BNB ചാർജ് 300 INR 300 കൊടുത്തോളൂ സാർ. കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാ? 78,000 രൂപ ഈ റീപ്രോസസിന് റീ ഇൻവെസ്റ്റ്മെന്റിന് സിസ്റ്റം വിധേയമാക്കുമ്പോൾ ആണ് ഈ BNB ചാർജ് ഇപ്പോഴത്തെ BNB റേറ്റ് പ്രകാരം 390 രൂപ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് 200 ആണെങ്കിലോ 200 USD ഫാം ചെയ്യുമ്പോൾ ഇതിന്റെ ഇരട്ടി 260 വീതം കൊടുക്കണം. 500 ആണെങ്കിലോ 500 ആണെങ്കിൽ അതിന്റെ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ 500 15 650 അറൌണ്ട് 700 കിട്ടിപ്പോ കൊടുത്തൂടെ? 500 ആകുമ്പോൾ 1000 കിട്ടില്ല സാറേ. ഈ മെയിൻ ആയിട്ട് മാത്രം 1,30,000 ലഭിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാര്യം എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സ് എല്ലാവരും മനസ്സിലാക്കണം. കാരണം എല്ലാവരും ഇപ്പം ഏർലി ബേർഡ് ചെയ്തു റിട്ടേൺസ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസിനെ പറ്റി മാത്രം ചിന്തിക്കുക. ഇതെന്തിനാണ് BNB ഉപയോഗിക്കുന്നത് ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതാണ് ഈ ഒരു റീ ഇൻവെസ്റ്റ്മെന്റ് റീകോമ്പൗണ്ടിങ് ഏർലി ബേർഡിന്റെ റീകോമ്പൗണ്ടിങ്ങിന്റെ ഒരു മെത്തേഡ്. ക്ലിയർ അല്ല സാർ? ഇതിനാണ് ഗ്യാസ് ഫീസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്യാസ് ഫീസ് എന്ന് പറയാം. ഗ്യാസ് ഫീ ഇത് സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് ചെയ്യുമ്പോൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോക്കൺ ഫാമിംഗ് റീഇൻവെസ്റ്റ്മെന്റ് എല്ലാ പ്രോസസ്സിനും ബ്ലോക്ക് ചെയിൻ ചാർജ് എടുക്കുന്നുണ്ട്. അല്ലാണ്ട് അത് സിസ്റ്റം എടുക്കുന്നതല്ല, ബ്ലോക്ക് ചെയിൻ. ക്ലിയർ അല്ലേ? ഓക്കെ സാർ.